ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കൻ KFC. അതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ടൊരു കോഴി 12 പീസ് 1,200 എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി ചുക്കൊക്കെ ഒഴിച്ചിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ച് അപ്പോൾ ഇതൊന്ന് വരഞ്ഞു കൊടുത്ത് കത്തിയിട്ടിട്ട് എല്ലാ ഭാഗം ദശമുള്ള ഭാഗങ്ങളൊക്കെ നന്നായി വരഞ്ഞു ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഒക്കെ നിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് വേവുകയും ചെയ്യും. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം മസാല ചെയ്യും. ഒരു കത്തി എടുത്തിട്ടൊന്ന് എല്ലാതും ഇതാക്കി കൊടുത്താൽ മതി. പിന്നെ ഒരു 2 കപ്പ് പാല്, അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സുർക്ക് ഒഴിക്കുക. ഒരു 1.5 കപ്പ് എടുത്താലും മതി. 2 കപ്പ് വേണം അതിൽ എടുക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. നല്ല ഇളക്കണം. 15 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് ഇല്ലെങ്കിൽ തൈരുണ്ടായിരുന്നു. തൈരിലങ്ങനെ സോക്ക് ചെയ്ത് ഇപ്പൊ തലേസാണ് ചെയ്യുന്നത്. ഞാൻ 15 മിനിറ്റിന് ശേഷം ചിക്കന് ഈ പാലിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാം. ഈ ബട്ടർ മിൽക്ക്. അപ്പൊ അതിനായിട്ട് കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, എരിവ് കുറച്ച് വേണമെന്നുള്ളവർക്ക് 2 ടീസ്പൂൺ എടുക്കുക. പിന്നെ ഒരു 20 അല്ലി വെളുത്തുള്ളി നന്നായി പേസ്റ്റ് ചെയ്തതാണ് വേണ്ടത്. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സാധാ മുളക് പൊടി ഒരു 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടി എരിവ്. പിന്നെ ഒറിഗാനോ അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒറിഗാനോ പിന്നെ ഒരു 2 ടീസ്പൂണ് സുറുക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ അതൊരു 1/4 ടീസ്പൂൺ. ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ. പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യും. എല്ലാം കൂടി മിക്സ് ചെയ്യും. എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഒരു 5-6 മണിക്കൂർ വേണം സോക്ക് ചെയ്യാൻ. ഇത് തലേസാക്കി വെച്ചാലും കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. അപ്പോൾ എല്ലാതും ഇതിങ്ങനെ വെച്ചിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള ഒരു ഇത് വേണം. അപ്പൊ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് മുങ്ങിക്കിടക്കാനുള്ള പാകം നോക്കി ആ കപ്പിൽ എടുത്താലും മതി. അപ്പോൾ പാൽ അതിനനുസരിച്ച് എടുത്താൽ മുങ്ങിക്കിടക്കാം. പിന്നെ ഒരു മുക്കി എടുക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനകത്ത് 1 കപ്പ് മൈദ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണം. 3 ടീസ്പൂൺ 3 ടേബിൾ സ്പൂൺ പിന്നെ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ പറഞ്ഞു. പിന്നെ ഒരു മുട്ട ഉടച്ചു വയ്ക്കുക. ഉപ്പ് കുറച്ച് ആ പൊടിക്കുള്ള ഒരു 1/2 ടീസ്പൂൺ വേണ്ടി വരും. എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശയുടെ ബാറ്ററി അതിനേക്കാളും കുറച്ച് ലൂസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്യുക. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്താൽ മതി. ടീസ്പൂൺ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് കട്ടകളൊന്നും ഇതാവും. അപ്പോൾ നന്നായി ബൗളിൽ വലിയ ബൗൾ എടുത്താലും മതി. തെറിച്ച് പോകും. ഒരു ദോശനേക്കാളും ലൂസായിട്ട് കണ്ടില്ലേ. ഇനി ഇതൊരു പൊടി തട്ടാനായിട്ടുള്ള ഒരു പൊടി പിടിക്കാനുള്ളൊരു ഇത് വേണം.
മസാല. അതിനായിട്ട് 2 കപ്പ് മൈദ, മുളക് പൊടി 1 ടേബിൾ സ്പൂണും മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂണ് ഒറിഗാനോ. ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്യും, എല്ലാം കൂടി മിക്സ് ചെയ്യും. അപ്പോൾ ഒരു ബാറ്ററും പിന്നെ ഒരു പൊടി 2 കപ്പിൻ്റെ ഒരു മൈദയിൽ ഇതാക്കിയിട്ട്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, 2, 3, 4 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം സോക്ക് ചെയ്യണത്, പിന്നെ അതിൽ വീണ്ടും 15 മിനിറ്റ് ഇതാക്കണം. 2, 3 സ്റ്റെപ്പ് ഉണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചൂടായതിനു ശേഷം തീ കുറക്കുക. പിന്നെ ആ ചിക്കൻ എടുത്തിട്ട് ആ ബാറ്ററിൽ മുക്കുക. ബാറ്ററിയിൽ നിന്ന് മുക്കിയിട്ട് ഒന്ന് എല്ലാവരും ഇങ്ങനെ പൊടിയൊക്കെ എടുത്തിട്ടിട്ട് പൊടി അരിച്ചിട്ടില്ല മിക്സ് ചെയ്ത് വെച്ച ആ ചിക്കനിൽ നല്ലോണം അമർത്തി കൊടുക്കുക. പൊടി ഇങ്ങനെ വാരിട്ടൊന്ന് കൈ കൊണ്ട് അമർത്തി ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കും. നന്നായി അമർത്തിയാൽ മതി. അപ്പോൾ അതായത് നന്നായി വെറുതെ അധികമില്ല, ഒന്ന് ആ പൊടി തട്ടി. അപ്പൊ തലേദിവസം ഞാൻ ഇതാക്കിയിട്ടാണ്, പിറ്റേ ദിവസം കാലത്താണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഒരു 3 പീസ് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി ചൂട് കൊടുക്കണം കഴിക്കാത്തിട്ടാണ്. അപ്പൊ ഒരു ഗസ്റ്റിന് കൊടുക്കാനാണ് ഉള്ളൂ, ബാക്കി പിന്നെ ഇതാക്കാറ്. അപ്പോ അതുപോലെ തന്നെ ഈ ബാറ്ററി ഈ സോക്ക് ചെയ്തതിൽ നടക്കുക, ബാറ്ററി പൊടി തട്ടുക, പൊടി നല്ലോണം അമർത്തി ഇതാക്കുക. ചെറുതായിട്ടൊന്ന് പൊടയുക, എണ്ണയിൽക്കിടും. എണ്ണൊക്കെ നാശമാവും. ഈ സാധനം എണ്ണ നല്ലോണം നാശമായി പോകും, പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ കളറാവുമ്പോൾ എടുക്കുക, നല്ല കളർ. പക്ഷെ ഞാൻ കുറച്ചും കൂടി വേവിച്ചിട്ട് ഇനി വെന്തില്ല എന്ന് തോന്നണ്ടെന്ന് വെച്ചിട്ട് ഒന്നുകൂടി മൂപ്പിച്ചിട്ടെടുത്തുണ്ട്. ഈ ഒരു ഇതില് ഒരു 15-12 മിനിറ്റ് 15-12 മിനിറ്റിനുള്ളില് ചെറിയ തീയിലിട്ട് വേവിക്കണ്ട. പിന്നെ തീയിലിട്ട് വേവിച്ചാൽ നന്നായി ഇതാവും. ഈ പാകത്തിന് എടുക്കുക. ഞാൻ ഒന്നും കൂടി വേവിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഉള്ളു വെന്തില്ല എന്നുള്ള തോന്നല് വേണ്ട വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി വേവിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഇതാക്കി. അപ്പൊ നല്ല മയോണീസും സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക. ഞാനിപ്പോൾ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു പെട്ടെന്ന് ഇങ്ങനെ കൊടുക്കാനുള്ള ഇതിൽ എടുത്തതാണ്. ബാക്കി പിന്നെ ചെയ്യണുള്ളൂ. ആ നേരത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താലും മതിയല്ലോ, അടുത്ത് പോയാലൊരു ഇതല്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.